എൻ്റെ പേര് എവിടെയില്ല, ആർക്കും എൻ്റെ പേരറിയില്ല. അതാണ് എൻ്റെ വിജയം. ഇത്രയും കാലം 33 വർഷം. ഇന്ന് ഹരിഹർ നഗർ 90-ലല്ലേ, ഇത് 2024 ഇതുവരെ ഞാൻ ഒരു 10-75 സിനിമയിൽ അഭിനയിച്ച്. എൻ്റെ പേര് ആർക്കും അറിയില്ല. എല്ലാവരും പറയും മമ്മൂക്കാനെ നോക്ക്, മമ്മൂക്കാന. മമ്മൂട്ടി എന്ന് പറഞ്ഞാല് അയാളെ ശരീരം കൊണ്ട് കോടികൾ ഉണ്ടാക്കുന്ന മനുഷ്യനാണ്. ഞാൻ 10 പൈസ എൻ്റെ ശരീരം കൊണ്ട് ഉണ്ടാക്കുന്നില്ല. അപ്പൊ എൻ്റെ ശരീരം നോക്കി ജീവിക്കുന്ന ഒരാളല്ല ഞാൻ. അദ്ദേഹം ശരീരം അങ്ങേയറ്റം ശ്രദ്ധിക്കുന്ന ഒരു വ്യക്തിയാണ്. എൻ്റെ വാപ്പ ഫ്രം ഡൽഹി, ഉമ്മ ഇസ് ഫ്രം ഇറാൻ, ഐ എം ഫ്രം ഇന്ത്യ. ഇതാണ് എൻ്റെ, കാരണം ഞാൻ ഇന്ത്യനാണ്. എനിക്ക് ഇന്ത്യൻ എന്ന് പറയാനാണ് എനിക്ക് താല്പര്യം. പുറത്തു പോയാൽ ഇന്ത്യൻ്റെ വില പോയവർക്ക് അറിയാൻ പറ്റും, ഞാനായിട്ട് പറയുന്നില്ല. പക്ഷേ ഐ ലൈക്ക് ഇന്ത്യ. ഞാൻ കരഞ്ഞോണ്ടായി കുറിച്ചേ കയറുന്നു, പ്രാർത്ഥിച്ച് കരഞ്ഞോണ്ട് കയറി. കാരണം അത് ഞാൻ ഹൃദയത്തിലെടുത്തോണ്ടാ ആ രൂപത്തെ. ഞാൻ ഒരു കാക്കയാണ്. കാക്കയായാലും പറവയായാലും നമ്മളെ ചിന്തിക്കുന്ന ഒരു രീതിയുണ്ട്. ഇത് നമ്മളല്ലേ കാക്കാനൊക്കെ ഉണ്ടാക്കിയത്. ഞാനങ്ങനെ ജനിച്ചു പോയതുകൊണ്ട് എന്നോട് അച്ഛന്മാർ പറയും നീ ക്രിസ്ത്യാനിയാവുന്നു. ഞാൻ ചോദിക്കുമോ അല്ല അച്ഛോ, ഞാൻ ക്രിസ്ത്യാനി ആയതുകൊണ്ട് ക്രിസ്ത്യാനികൾക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ? ഒരു ഷെയ്ക്കിന് ഡ്രൈവറായിട്ട് പോയി. കാരണം ഞാൻ 10 വയസ്സിലെ ഡ്രൈവ് ചെയ്യായിരുന്നു. എൻ്റെ വാപ്പാക്ക് കാറുണ്ട്. ഞാൻ സ്കൂളിൽ പോകുന്നത് ഡ്രൈവ് ചെയ്ത്, സ്വന്തം കാറ് ഡ്രൈവ് ചെയ്ത് സ്കൂളിൽ പോകുന്ന ഒരു അന്ധകാലത്ത്, പുത്തൻ അംബാസഡർ, ആർക്കും വണ്ടിയില്ലാത്തൊരു കാലഘട്ടം. അന്നേ എനിക്ക് വണ്ടി ഉണ്ടായിരുന്നു. അത് ഓടിച്ച ഒരു ബ്രേക്ക് ഇൻസ്പെക്ടർ 16 പ്രാവശ്യം എന്നെ ചാർജ് ചെയ്തു. 16 പ്രാവശ്യം. ഒരു പ്രഭാകരൻ സാറ്. ഞാൻ പറഞ്ഞു സാറേ നിങ്ങൾക്കൊരു നാണമില്ലേ എന്നെ ഇങ്ങനെ പിടിക്കുന്നതായിട്ട്? ഒരു ലൈസൻസ് എനിക്ക് അങ്ങനെ കിട്ടാ. അങ്ങനെ എൻ്റെ കള്ള വയസ്സിട്ട് ലൈസൻസ് തന്നു. ഇത് നമുക്ക് ആളുകളോട് ചോദിക്കാം. അത് ഇവിടെ എഴുതി വെച്ചേക്കുന്നൊന്നും ഞാൻ പറയുന്നില്ല. അല്ല, രണ്ടെണ്ണം നമുക്ക് പറഞ്ഞു കൊടുക്കാം. ഇപ്പം ഇൻ ഹരിഹർ നഗർ ഇക്ക തന്നെ പറഞ്ഞല്ലോ. പിന്നെ ഇക്ക ഉള്ളത് കാബൂളിവാലയിലും ഉണ്ട് ഇക്ക. വേറെ നിങ്ങൾ കണ്ടിട്ടുള്ള, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് സിനിമയാണെന്ന് അവർ പറയട്ടെ അല്ലേ? ആളുകൾ ഏതൊക്കെ സിനിമ പറയുമെന്ന് നമുക്ക് നോക്കാമല്ലോ. ഞാൻ പഠിച്ചിട്ട് വന്നല്ലേ മറന്നുപോയെന്ന്. ഒന്നും അറിയില്ല. നമുക്ക് തുടങ്ങിയേക്കാം. കണ്ട സന്തോഷത്തിലേ, കുറേ നാളായിട്ട് നമ്മളെല്ലാവരും മൂവികളിൽ നിന്ന് ഇദ്ദേഹത്തിനെ കാണുമ്പം അറിയാമല്ലോ, ഞങ്ങൾക്കറിയാമല്ലോ എന്ന് ചിന്തിക്കുകയും, പക്ഷെ പേരൊന്നും അറിഞ്ഞൂടാ. കുറച്ച് പേർക്കൊക്കെ പേരറിയായിരിക്കും. അതെ, അങ്ങനെ പറഞ്ഞ് ഓടി വരാറുണ്ടോ ആൾക്കാര്? ഇഷ്ടംപോലെ അല്ലേ? അങ്ങനെ വരാറുള്ളൂ. പിന്നെന്താ വരാൻ പേടിയാ എൻ്റെ അടുത്തേക്ക് വരാൻ. ഇയാൾ ഏത് ജാതിയാ, ഹിന്ദിയാണോ, അല്ല വഴക്കുണ്ടാക്കുവോ, ഇഷ്ടക്കേടാവോ എന്നൊക്കെയുള്ള ഒരു പേടിച്ചോണ്ടാ വരിക. ഞാൻ പറയാം മക്കളെ പേടിക്കണ്ട, ഈ നാട്ടുകാരൻ തന്നെ, ഞാൻ പാവമാണ്. എത്രയോ ആൾക്കാർ ഈ ഷൂട്ടിംഗ് സമയത്തെല്ലാം ഞാനിങ്ങനെ നടന്നു പോകുമ്പോൾ പെൺകുട്ടികളിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ അവരെന്തെങ്കിലും ചിരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും എൻ്റെ എൻട്രി. അപ്പം എല്ലാവരും സൈലൻ്റ് ആവും. ഞാൻ പാസ് ചെയ്ത് അങ്ങ് പോകും. പിന്നീട് പരിചയപ്പെട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അയ്യോ ഇത്ര നല്ലൊരു മനുഷ്യനെയാണോ നമ്മളിങ്ങനെ പേടിച്ചത്. അതാണ് ഞാൻ. അതാണ് നമ്മളുടെ റഫീഖ്. ഫുൾ നെയിം ഫുൾ നെയിം എന്താ? റഫീഖ് മാത്രമേ ഉള്ളൂ? റഫീഖ് എന്ന് മാത്രമേ ഉള്ളൂ? റഫീഖ് ഇക്ക എന്ന് പറഞ്ഞ വേണമെങ്കിൽ, കാരണം എന്നെ എല്ലാവരും ഇക്കാന്ന് വിളിച്ചിട്ട് എൻ്റെ പേര് വരെ ആർക്കും അറിയില്ല. ഈ സിനിമകളിലൊക്കെ പേര് ചോദിക്കുമ്പോൾ ഞാൻ പറയും എൻ്റെ പേരൊന്നും വേണ്ട, എൻ്റെ പേര് എവിടെയില്ല, ആർക്കും എൻ്റെ പേരറിയില്ല. അതാണ് എൻ്റെ വിജയം. ഇത്രയും കാലം 33 വർഷം. ഇന്ന് ഹരിഹർ നഗർ 90-ലല്ലേ, ഇത് 2024 ഇതുവരെ ഞാൻ ഒരു 10-75 സിനിമയിൽ അഭിനയിച്ച്. എൻ്റെ പേര് ആർക്കും അറിയില്ല. ഒരു 10-12 സീരിയലിൽ അഭിനയിച്ച്, പിന്നെ കുറേ നാടകങ്ങളിലും അഭിനയിച്ച്. പക്ഷെ സിനിമയിലൊന്നും ഞാൻ അഭിനയിച്ചിട്ടില്ല. അതാണ് സത്യം. 75 സിനിമയിൽ വന്നിട്ട് ഞാൻ അഭിനയിച്ചിട്ടില്ല. അഭിനയിക്കാനുള്ള അവസരം കിട്ടിയിട്ടില്ല. എനിക്ക് കിട്ടുന്ന വേഷം ചെറിയ എന്തെങ്കിലും തല്ലുകൊള്ളുന്നതായിരിക്കും. അതുകൊണ്ട് ഞാൻ എൻ്റെ പാട്ടിന് പോകത്തുള്ളൂ. അതിൽ വലിയ കാര്യമൊന്നുമില്ല. കാരണം ഞാൻ ഉണ്ടായിരുന്ന സിനിമ കാണാൻ തിയേറ്ററിൽ വരെ പോകാറില്ല. ഇനി അഥവാ ഇൻ കേസ് ഇവരെ കൂടെ എങ്ങാനും പോകേണ്ടതായിട്ട് വന്നാൽ ഇറങ്ങി വരുമ്പോൾ ഞാൻ തലയിൽ ടവൽ ഇട്ടിട്ട് പതുക്കെ ഇറങ്ങി എസ്കേപ്പിംഗ് ആണ്. കാരണം എനിക്കിഷ്ടമല്ല. കാരണം ഞാൻ ചെയ്യുന്നത് നല്ലൊരു വേഷമല്ല ഞാൻ ചെയ്യുന്നത്. ഞാൻ പോകുന്നത് 1-2 സീനിന് വേണ്ടിയിട്ടാണ് പോകുന്നതും. അല്ലാതെ ഒരു ത്രൂ ഔട്ട്
സീനിന് വേണ്ടിയിട്ടൊന്നും അല്ല പോകുന്നത്. എന്നാലും ഐ ആം നോട്ട് സാറ്റിസ്ഫൈഡ്. എനിക്ക് സിനിമ കൊണ്ട് എന്തൊക്കെയോ മാനസികമായിട്ടുള്ള വിഷമം വന്നോ, ഇഷ്ടക്കേടാണ് പിന്നെ ലാസ്റ്റ് മൊമെൻറ്റിൽ വരുന്നത്. ഞാൻ ഒരിക്കലും സിനിമ കൊണ്ടൊരു സംതൃപ്തി ഒരു സിനിമ കൊണ്ടും ഉണ്ടായിട്ടില്ല. സത്യമാണ്. കാരണം എൻ്റെ മനസ്സല്ലേ എനിക്ക് പറയാൻ ഒക്കൂ. പക്ഷേ നാടകത്തിന് ഞാൻ ഇന്റർവ്യൂവിന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എന്തിനാ വേണ്ട, ഞാൻ എന്ത് ചെയ്തിട്ടാ അതിൽ ആവശ്യമില്ലെന്ന് പറഞ്ഞത് കാരണം അതാണ്. കയ്പ് നീരേ കുടിച്ചിട്ടുള്ളൂ ഞാൻ. പിന്നെ എനിക്ക് കിട്ടിയ സന്തോഷങ്ങളൊക്കെ നാടകത്തിൽ നിന്നാണ്. കാരണം നാടകത്തിൽ ഞാൻ സൂപ്പർ സ്റ്റാർ ആയിരുന്നു, ജീസസ് ക്രൈസ്റ്റാ. അതിൻ്റെ മേലെ ഒരാളില്ലല്ലോ ബൈബിളിൽ. അപ്പം കർത്താവ് ഈശോ മിശിഹ എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ അതൊക്കെ ചെയ്തിട്ട് വരുമ്പോൾ ആൾക്കാർക്ക് യേശുവിനെ നേരിട്ട് കണ്ടെന്ന ഒരു ഫീലാണ്. അവർ എൻ്റെ അടുത്ത് വരുന്ന ഇത് അത് ചെയ്യുമ്പോഴുള്ള സ്നേഹം അത് ഞാൻ നേരിട്ട് അനുഭവിച്ചിരുന്നതാണ്. 560 സ്റ്റേജിൽ അത്രയും പ്രാവശ്യം കുരിശേക്കറി മരിച്ചിട്ടുണ്ട്, അത്ര പ്രാവശ്യം ഉയർത്തും പോയിട്ടുണ്ട്. ഇപ്പം ഞാൻ ഉയർത്തും പോയിട്ടുണ്ടല്ലേ. അതൊക്കെ ചെയ്യാനുള്ള അവസരം കിട്ടി. അതൊരു ഭാഗ്യം തന്നെ, വലിയ ഭാഗ്യം. അത് ഗ്രേറ്റ്. കാരണം ഞാൻ ആരാ, നമ്മൾ എന്തിനുണ്ട്, വെരി സില്ലി പേഴ്സൺ, വളരെ വളരെ നിസ്സാരനായിട്ടുള്ളൊരു മനുഷ്യൻ. അങ്ങനത്തെ ഞാൻ ഈ കുരിശേ കയറി മരിക്കുക എന്ന് പറയുമ്പം അത് എവിടം വരെ എത്തി. ഇക്കത് ഒരുപാട് ഇങ്ങനെ അതിനൊരുപാട് വില കൊടുക്കുന്നുണ്ട്. കാരണം എല്ലാവരോടും ഇക്കത് ഷെയർ ചെയ്യുന്നുണ്ട് അല്ലേ, എപ്പോഴും. ഞാൻ കരഞ്ഞോണ്ടായി കുരിശേ കയറുന്നു, പ്രാർത്ഥിച്ച് കരഞ്ഞോണ്ട് കയറി. കാരണം അത് ഞാൻ ഹൃദയത്തിലെടുത്തോണ്ടാ ആ രൂപത്തെ. ഞാൻ ഒരു കാക്കയാണ്, കാക്കയായാലും പറവയായാലും നമ്മൾ ചിന്തിക്കുന്ന ഒരു രീതിയുണ്ട്. ഇത് നമ്മളല്ലേ കാക്കാനൊക്കെ ഉണ്ടാക്കിയത്. ഞാനങ്ങനെ ജനിച്ചു പോയതുകൊണ്ട് എന്നോട് അച്ഛന്മാർ പറയും നീ ക്രിസ്ത്യാനിയാവുന്നു. ഞാൻ ചോദിക്കുക അല്ല അച്ഛോ, ഞാൻ ക്രിസ്ത്യാനി ആയതുകൊണ്ട് ക്രിസ്ത്യാനികൾക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ, അല്ലെ എനിക്കെന്തെങ്കിലും ഗുണമുണ്ടോ? രണ്ടുമില്ലെങ്കിൽ പിന്നെ ഞാനിങ്ങനെ അങ്ങ് പൊക്കോട്ടെ. നിങ്ങളെ അമ്മയുടെ വയറ്റിൽ നിന്ന് വന്നുകൊണ്ട് നിങ്ങൾ ക്രിസ്ത്യാനിയായി, ഞാൻ എൻ്റെ അമ്മയുടെ വയറ്റിൽ നിന്ന് വന്നുകൊണ്ട് ഞാൻ കാക്കാനായി. നമ്മളായിട്ടാക്കിയതല്ല. അതങ്ങനെ പോട്ടച്ചോ, എന്തിനു വെറുതെ വേണ്ടാത്ത വയ്യാവേലിയൊക്കെ അരിച്ച് തലയിടുന്നു. അങ്ങനെ പറഞ്ഞ് അച്ഛന്മാരോട് ഞാൻ ഒരുപാട് അച്ഛന്മാരെന്നെ ക്ഷണിച്ചിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് ഭയങ്കര സന്തോഷമായി, നിങ്ങൾ എന്നെ ഇഷ്ടപ്പെട്ടത് കൊണ്ടാണല്ലോ നിങ്ങളെന്നെ വിളിക്കുന്നത്. അതുകൊണ്ട് ഹാപ്പി, ഐ എം ഹാപ്പി, താങ്ക് യു. പക്ഷേ നിങ്ങൾ എന്നോട് നല്ലൊരു ഹ്യൂമൻ ബീയിങ് ആകാൻ വേണ്ടിയിട്ടായിരുന്നു നിങ്ങൾ എന്നോട് പറയേണ്ടിയിരുന്നത്. പക്ഷെ അത് നിങ്ങൾ പറഞ്ഞില്ല, അതാ ഇനി പറയേണ്ടത്. അങ്ങനെയൊക്കെ അങ്ങനെ ഒരു 5 കൊല്ലം അങ്ങനെ താണ്ടി തെക്ക് വടക്കിട്ടടിച്ച് കേരളത്തിന്റെ അങ്ങേറ്റം മുതൽ ഇങ്ങേറ്റം വരെ ഉള്ള പള്ളികളിലൊക്കെ പെരുന്നാളിന് പോയി. നാടകത്തിന്റെ പേര് ജേസി ആയിരുന്നു സംവിധായകൻ. മഗ്ദലേനയിലെ മേരി, ഗോൽഗോത്ത, അത്തിപ്പഴത്തിന്റെ നാട്ടിൽ 5 നാടകം 5 വർഷം അങ്ങനെ ഇരിക്കുന്നു. അപ്പം കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെയുള്ള കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളമുള്ള പള്ളികളിൽ കളിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് അച്ഛന്മാരൊക്കെ പ്രസംഗിക്കുമ്പം പറയും റഫീഖ് എന്ന മുസ്ലിമാണ് യേശുവിൻ്റെ വേഷം ചെയ്യുന്നത്. അതുപോലെ ഒരിക്കൽ സുൽത്താൻ ബത്തേരിയിൽ റീയൂണിയൻ സെലിബ്രേഷന് പോയപ്പം അവിടുത്തെ പ്രിൻസിപ്പൾ എൻ്റെ മഹി കോളേജിലുണ്ടായിരുന്ന അധ്യാപകനായിരുന്നു, ജോണി മാഷ്. എന്നെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു ഞാനാണ് യേശു, കർത്താവിൻ്റെ മുമ്പിൽ നിൽക്കുന്ന മകനെ വരൂ. മൂപ്പർക്ക് ഭയങ്കര ഹാപ്പി ആയി. കാരണം അങ്ങനെ ഒരു പഴയൊരു സ്റ്റുഡൻ്റായി മുമ്പിൽ നിൽക്കുന്ന യേശുവായിട്ട് വന്നിട്ട് അതൊരു ഭയങ്കര ഒരു അതൊക്കെ ഒരു എക്സ്പീരിയൻസ് ആണ്. പിന്നെ ഈ നാടകം നിർത്തിയത് കൊല്ലത്തൊരു കളിയും കഴിഞ്ഞ് വരുമ്പം ഒരു ലോറി ആയിട്ട് കൂട്ടിയിടിച്ച് മുമ്പിലിരിക്കുന്ന ഞാൻ തെറിച്ചോ പുറത്തോട്ട് പോയി. എൻ്റെ പുറകിലിരുന്ന 2 പേരും മരിച്ചു. അതോടുകൂടെ ഞാനങ്ങ് സ്റ്റോപ്പ് ചെയ്തു. അതിനുശേഷം ഒരുപാട് എഴുത്തുകൾ വന്ന് നിർത്തരുത്, ഞങ്ങൾക്ക് യേശുവിനെ നേരിൽ കാണുന്ന ഫീലാണെന്ന് നിങ്ങൾ കാണുമ്പം അത് നിങ്ങൾക്കറിയില്ല, അതുകൊണ്ട് നിർത്തരുത്. ഒരുപാട് ബുക്ക് ചെയ്ത നാടകങ്ങൾ ക്യാൻസലായിപ്പോയി ഞാൻ നിർത്തിയെന്ന് പറഞ്ഞിട്ട്, അറിയോ? അപ്പോഴാണ് എൻ്റെ വില ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ ഞാൻ നിർത്തിപ്പോയി. ഇനി രണ്ടാമത് തുടങ്ങാൻ, കാരണം ഈ എൻ്റെ കൂട്ടുകാർ മരിച്ച് 2 പേര്. ഞാൻ ഇനി ആ ചായം പൂശൂലാന്ന് മനസ്സുകൊണ്ട് തീരുമാനിച്ചത്. അതോടുകൂടി നിർത്തി. ദൈവത്തിന് സ്തുതി.
ഈ സുന്ദരി ഉമ്മച്ചി ഇക്കാന്റെ ഉമ്മച്ചി ആണോ? എനിക്കൊരു സുന്ദരിയായിട്ടിരിക്കണു. പേരെന്തായിരുന്നു ഉമ്മച്ചിയുടെ? ഭയങ്കര പേരാ. എന്താ? ഉമ്മച്ചി സൗത്ത് റെയിൽവേ സ്റ്റേഷനിലെ നോൺ വെജ് റിഫ്രഷ്മെന്റ് റൂമിന്റെ ലൈസൻസിയാ. അപ്പൊ അവിടെ ബോർഡിന്റെ ഡോറിന്റെ മുകളിൽ ലൈസൻസി ഉമ്മന്റെ പേരാ ഞാൻ പറയാൻ പോകുന്നത്. MANHU മാഞ്ഞു. അപ്പം ആൾക്കാർ ഇത് ബോർഡ് നോക്കിയിട്ട് മാൻഹു അവിടെ കാണുന്നത് എന്നെയും എൻ്റെ അനിയനെയൊക്കെ കാണുന്നത്. അപ്പൊ ഇവരൊക്കെ എവിടുന്ന് വന്ന പാർട്ടികളപ്പ മാൻഹു, ഇവർ വല്ല ഇംഗ്ലീഷുകാരായിരിക്കും എന്നൊക്കെ വിചാരിച്ചൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. മാഞ്ഞു എന്നാ എൻ്റെ ഉമ്മയുടെ പേര്. ഫസ്റ്റ് ടൈം കേട്ട, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. മാനു അജുമ്മ. എൻ്റെ വാപ്പ അതുണ്ട് ഫോട്ടോ. അതും മുഹമ്മദ് റാഫി എങ്ങനെ ഇരിക്കുന്നു അതുപോലെ ഇരിക്കുന്നു. അപ്പം എല്ലാവരും എന്നോട് ചോദിക്കും. ഞാൻ പറയും എൻ്റെ വാപ്പ ഫ്രം ഡൽഹി, ഉമ്മ ഈസ് ഫ്രം ഇറാൻ, ഐ എം ഫ്രം ഇന്ത്യ. ഇതാണ് എൻ്റെ, കാരണം ഞാൻ ഇന്ത്യനാണ്. എനിക്ക് ഇന്ത്യൻ എന്ന് പറയാനാണ് എനിക്ക് താല്പര്യം. പുറത്തു പോയാൽ ഇന്ത്യൻ്റെ വില പോയവർക്ക് അറിയാൻ പറ്റും. ഞാനായിട്ട് പറയുന്നില്ല, പക്ഷെ ഐ ലൈക്ക് ഇന്ത്യ. ശരിക്കും ഉമ്മച്ചി ഇറാൻകാരിയാ? ആണോ? എനിക്കതൊരു പുതിയ അറിയാം. ഞാൻ ചുമ്മാ പറയാന്ന് വിചാരിച്ചു. വാപ്പിച്ച എവിടാന്ന് പറഞ്ഞത്? ഡൽഹിയും ഇറാൻകാരി. വെറുതെ അല്ല ഇങ്ങനെ ഒരു ഫോറിനറിന്റെ ലുക്ക്. അതാണെന്ന് പറ. എന്നാൽ അതൊക്കെ വെറുതെ ഞാൻ ഉണ്ടാക്കുന്ന കഥയാ. അങ്ങനെയൊന്നും ആയിരുന്നില്ല. ഞാൻ പറയുന്നത് അങ്ങനെയാണ്. ഞാൻ വെറുതെ കഥ ഉണ്ടാക്കുന്നല്ലേ. പറ്റിച്ചാണ്. അന്ന് ശരിക്കും പറ, എന്താ എവിടെ ഓമിച്ചിയുടെ വീട്? നാട് ഏത്? മാഹി. ആണോ? ഞങ്ങള് മാഹിക്കാരാ. അതായത് പ്രോപ്പർ മാഹിയാ. പോണ്ടിച്ചേരി മാഹി ഉണ്ടല്ലോ, ഫ്രഞ്ച് മാഹി. എൻ്റെ ഒക്കെ ഡേറ്റ് ഓഫ് ബർത്ത് ഫ്രഞ്ചിലാ, ഇംഗ്ലീഷിലല്ല. പിന്നെ ഇവള് എൻ്റെ വൈഫ് വരുന്ന മാഹി പാലത്തിനടുത്താണ്. അത് ഫ്രഞ്ച് മാഹി അല്ല, നാടൻ മാഹി. ഫ്രഞ്ച് മാഹിയിലാ മറ്റേ ഇതൊക്കെ കിട്ടണ വില കുറച്ച്. പെട്രോള് ഒക്കെ 10 രൂപ 5-8 രൂപയുടെ വ്യത്യാസമുണ്ട്. ഇവിടെ എവിടെ ആയിട്ട് അതല്ലേ അവിടെ ഉള്ള ലോറിയൊക്കെ ഫുൾ ടാങ്ക് അടിച്ചിട്ടല്ലേ പോകുന്നത്. അപ്പൊ വാപ്പിച്ചിയുടെ സ്ഥലോ അവിടുന്ന് 2 കിലോമീറ്റർ അപ്പുറത്ത്. എന്നിട്ടാണ് ഇറാനും ഡൽഹിയും എന്ന് പറഞ്ഞത്. ഞാനാണെങ്കിൽ അത് വിശ്വസിച്ചിട്ട് ഞാൻ കണ്ണും തുള്ളി നിൽക്കുന്നു. ചുമ്മാ 6-ാം തമ്പുരാൻ അല്ലേ, 6-ാം തമ്പുരാനൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ സുന്ദരി ഉമ്മിച്ച്. പിന്നെ ഇത് നിങ്ങൾ എവിടെ പോയതാ? ഇത് ലണ്ടൻ ഐ ആണ്. ഈ ഇതിനകത്തൊക്കെ കയറി നമ്മളവിടെയൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി മകന്റെ കൂടെ പോയതാ. മോൻ എവിടെയാണ്? എത്ര മക്കളാണ്? എനിക്ക് 4 പേര്, 3 പെണ്ണും ഒരാണും. ഈ ഫോട്ടോയിൽ മാത്രം തന്നെ കാണിച്ചാ പോരാ, നമുക്ക് പരിചയപ്പെടുത്തണ്ടേ? ആരാ? ഭാര്യനെയാ. നാടൻ മാഹിയിലുള്ള എന്റെ ആകെയുള്ള ഒരേ ഒരു ഭാര്യ. വാ മോളെ ഇങ്ങോട്ട് വാ. ഇതാണ് ഒറ്റ ഭാര്യ. വിയർക്കുന്നുണ്ട്. നമ്മള് ഫാനൊക്കെ ഓഫ് ചെയ്തേക്കണല്ലേ. സോറി ഇത്താ, ആകെ വേർത്ത് വിളിച്ചല്ലേ. ഇത്തന്റെ പേര് ആമിന. നല്ല പേരല്ലേ? പിന്നെ എന്റെ ഭാര്യയല്ലേ, നല്ല പേരല്ലാണ്ടിരിക്കുവോന്ന്. എന്റെ ആമിന മോളായത്. എത്ര വർഷമായി നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട്? ഞങ്ങള് കല്യാണം കഴിച്ചിട്ട് ഇപ്പൊ 2 വർഷമായിട്ടുണ്ടാവോ? കണ്ടിട്ട് നിങ്ങൾ എങ്ങനെയാണ് എനിക്ക് എപ്പോഴും തോന്നുക. 48 നിങ്ങൾ ആഘോഷിച്ചില്ലേ? ഭയങ്കര 48 വർഷം. ഏപ്രിൽ 18-നായിരുന്നു. ഇപ്പൊ കഴിഞ്ഞ ആഴ്ചയല്ലേ കഴിഞ്ഞത്. സെലിബ്രേറ്റ് ചെയ്തു നിങ്ങൾ? സെലിബ്രേറ്റ് കാര്യമായിട്ട് ഞങ്ങളൊരു സിനിമ കണ്ടു. ഏത് സിനിമയായിരുന്നു കണ്ടേ? വർഷങ്ങൾക്ക് മുമ്പാ? വർഷങ്ങൾക്ക് ശേഷം. ഞാൻ എപ്പോഴും മുമ്പേ നേരത്തെ പറഞ്ഞു. വർഷങ്ങൾക്ക് ശേഷം അത് കണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങളൊരു പുറത്തൊരു ഭക്ഷണം കഴിക്കാൻ പോയി, ഒരു ഷോപ്പിങ്ങിന് പോയി. ഞങ്ങളാണല്ലോ പാടുള്ളൂ, മക്കളെല്ലാം മക്കളെ വൈകി പോയി. അങ്ങനെ ഒരു ഷോപ്പിംഗ് ഒക്കെ നടത്തി പുറത്ത് ഭക്ഷണം കഴിച്ചു. ഇതൊക്കെ ഒന്നും വേണ്ട, ഒന്നും വേണ്ട. എന്ത് കാണിച്ചു കൊടുത്താൽ അതെടുക്ക് ഇതെടുക്ക്, അത് വേണ്ട ഇത് വേണ്ട, ഒന്നും വേണ്ട. ഞാൻ ഇവിടെ പേടിപ്പിക്കുന്ന എങ്ങനെയാണെന്ന് അത് സാരി വാങ്ങട്ടെ, ഓൺലൈനിൽ സാരി ഇത് ഓർഡർ ചെയ്യട്ടെ,
വേണ്ട വേണ്ട എന്ന് പറഞ്ഞു. കാരണം ഒത്തിരി സാരി കിടപ്പുണ്ട്. ഇതാണ് അവസ്ഥ. അങ്ങനെ ഒരു ദമ്പതികളെ കാണാൻ പ്രയാസം. ഇങ്ങനെയുള്ള അതെ, നമ്മള് എന്തായാലും ഞാൻ 16 വയസ്സുള്ളപ്പോ കെട്ടിയതേ ഉള്ള. ഇവർക്ക് ഇന്നത്തെ 64 65 വയസ്സായി. നമ്മളെല്ലാം എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ ആൾക്കാരാണ്. പിന്നെ അങ്ങനെ അങ്ങ് തള്ളി അങ്ങനെ പോകുന്നു. പക്ഷേ 70 വയസ്സിന്റെ ബർത്ത്ഡേ ആഘോഷിച്ച ഫോട്ടോ കണ്ടിട്ടേ ഇങ്ങനെ ഞാൻ കാണിച്ചു തരാം. ഫോട്ടോ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്ന ഇക്കനെ കണ്ടാ വിചാരിക്കും വേറെ ആരുടെയോ 70ാം പിറന്നാൾ ആഘോഷിക്കാൻ പോയിട്ട് നിൽക്കും. എല്ലാരും പറയും മമ്മൂക്കാനെ നോക്ക് മമ്മൂക്കാനെ. മമ്മൂട്ടി എന്ന് പറഞ്ഞാല് അയാളെ ശരീരം കൊണ്ട് കോടികൾ ഉണ്ടാക്കുന്ന മനുഷ്യനാണ്. ഞാൻ 10 പൈസ എന്റെ ശരീരം കൊണ്ട് ഉണ്ടാക്കുന്നില്ല. അപ്പൊ എന്റെ ശരീരം നോക്കി ജീവിക്കുന്ന ഒരാളല്ല ഞാൻ. അദ്ദേഹം ശരീരം അങ്ങേയറ്റം ശ്രദ്ധിക്കുന്ന ഒരു വ്യക്തിയാണ്. മര്യാദക്ക് ആഗ്രഹിക്കുന്ന ഭക്ഷണം മര്യാദക്ക് കഴിക്കാറില്ല. നമുക്ക് നല്ല ബിരിയാണിയാണെന്ന് പറഞ്ഞാൽ എന്നാ കഴിക്കരുത് എന്ന് പറയുന്ന മനുഷ്യനാണ്. നമ്മളൊക്കെ നല്ല ബിരിയാണി ആണെങ്കിൽ 1 പ്ലേറ്റ് എന്നുള്ള 2 പ്ലേറ്റ് കഴിക്കാന്നല്ലാതെ അങ്ങനെ കഴിക്കാതിരിക്കാൻ അങ്ങോർക്ക് മാത്രമേ പറ്റൂ. അതുകൊണ്ടാണ് അങ്ങോരിന്നും യൗവനമായിട്ട്. അത് മാത്രമല്ല 2 മണിക്കൂർ എക്സസൈസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒന്നും ചെയ്യാതെ കിട്ടുന്നത് തിന്നുക കുടിക്കുക അങ്ങനെ സുഖലോലുപനായിട്ട് ജീവിച്ചിട്ടാണ് ഞാനിപ്പോ ഇങ്ങനെ. ഓക്കെ, ചെയ്തിരുന്നെങ്കിൽ ഞാൻ ആരായിരുന്നു ചോദിക്കും. ജിമ്മിൽ പോകാറുണ്ടോ ആൾക്കാർ? ജിമ്മിൽ പോകാൻ ലോക മടിയനാ. ഇപ്പൊ തന്നെ നിങ്ങളെ ഈ ഷൂട്ട് എനിക്ക് പല ദിക്കിലും കൊണ്ടുവന്ന് വർക്ക് ചെയ്യിക്കാമായിരുന്നു. നല്ല അറ്റ്മോസ്ഫിയർ. അതൊന്നും ചെയ്യാത്ത എന്തുകൊണ്ടാ? ഞാൻ മടിയനായതുകൊണ്ട്. കുഴിമടിയനാ. അതുകൊണ്ടല്ല മോളെ ഇവിടെ ഈ വീട്ടിന്റെ അകത്തുനിന്ന് ഇവിടുന്ന് ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് എവിടെ എല്ലാം പോകാം. ഇഷ്ടമല്ല, എവിടെയും പോകുന്ന ഇഷ്ടമല്ല. ഇവിടെ പറയാം നമുക്ക് അങ്ങ് പോവാ ഇങ്ങ് പോയാൽ അവന് മിണ്ടാണ്ട് ഇവിടെ കിടന്നു. ഇടക്ക് വല്ലപ്പോഴും പോയെന്നിരിക്കെ വഴിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവും. ഞാൻ പറയും എന്തിനാ വേണ്ടാത്ത പണിക്ക് നിന്നത്, മര്യാദയ്ക്ക് അവിടെ കിടന്നാൽ പോരായിരുന്നോ? അപ്പൊ പറയും മതിയായിരുന്നു എന്ന് അന്നേരം അവക്കും തോന്നും ഞാൻ പറഞ്ഞത് സത്യമാണ്. അതാണ് ശരി. കാരണം നമുക്കെപ്പോഴും നമ്മളെ സ്വസ്ഥമായിട്ടുള്ളൊരു സെറ്റപ്പിൽ അങ്ങ് കഴിഞ്ഞു കൂടുക. മതി മോളെ, എന്ത് കാണാനാ, എന്തറിയാനാ, എന്തിനു വേണ്ടിയാ, എവിടെയാ പോണ്ടത്, എല്ലാം പോയി കണ്ട് അറിഞ്ഞ് വയറ് നിറഞ്ഞ് സ്വസ്ഥമായിട്ട് സ്ഥലത്ത് കിടന്ന് അങ്ങനെ പോകണം, അത്രേ ഉള്ളൂ. ഞാൻ ഇത്തനോട് ചോദിച്ചേ ഇക്ക് എത്ര സിനിമയിലായി അഭിനയിച്ചതെന്നൊക്കെ വല്ല ഉണ്ടോ? അപ്പൊ തന്നെ തല താഴ്ത്തി വല്ല ഓർമ്മയുണ്ടോന്ന്. ശരിക്കും വല്ലതും ഓർമ്മയുണ്ടോ? എത്രയായി, ഏതെല്ലോ സിനിമയില് എപ്പോഴല്ലോ പോയി ഏതാണ്ടൊക്കെയോ ചെയ്തിട്ടുണ്ട്. എന്ത് ചെയ്തു, എവിടെ ചെയ്ത്. പക്ഷെ എല്ലാരും പറയുന്ന ഒരു സിനിമ ഉണ്ട്. ഏതാ? ഇൻ ഹരിഹർ നഗർ. അതാണോ എല്ലാരും പറയുന്നത്? അതിന്റെ ആദ്യത്തെ സിനിമയോ? അതാണ് ആദ്യത്തെ സിനിമ. എല്ലാരും അതിന്റെ ഹിന്ദിയും ചെയ്തു, അതിന്റെ തമിഴും ചെയ്തു. തെലുങ്കിലും വിളിച്ചായിരുന്നു, പോകാൻ പറ്റിയില്ല. ഓ, ബാക്കി 2 ഭാഷയും പോയി. അപ്പൊ ഞാൻ അങ്ങനെ ചോദിച്ചപ്പോ ഇത്തന്നെ ഒരു സാധനം കാണിച്ചു തന്നു. ഇങ്ങനെ ചോദിക്കുന്നവരോട് ഇക്കയോ പറയൂല. ദേ ഇവിടെ എഴുതി വെച്ചേക്കോ, ഇത് കണ്ടിട്ടുണ്ടോ? ഇങ്ങനെ ഒരു സാധനം ഇത്ത എഴുതി വെച്ചിട്ടുണ്ട്. അത് ഒരിക്കലും കിട്ടൂല. ചോദിച്ച ഒന്നും എനിക്കും കിട്ടൂല. അപ്പൊ ഞാൻ ഓർത്ത് എഴുതി വെച്ചതാ അല്ലേ? എഴുതി വെച്ചതാ. ഇത് നമുക്ക് ആളുകളോട് ചോദിക്കാം. അത് ഇവിടെ എഴുതി വെച്ചേക്കുന്നൊന്നും ഞാൻ പറയുന്നില്ല. അല്ല, 2 നമുക്ക് പറഞ്ഞു കൊടുക്കാം. ഇപ്പൊ ഇൻ ഹരിഹർ നഗർ ഇക്ക തന്നെ പറഞ്ഞല്ലോ. പിന്നെ ഇക്ക ഉള്ളത് കാബൂളിവാലയിലും ഉണ്ട് ഇക്ക. വേറെ നിങ്ങൾ കണ്ടിട്ടുള്ള നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് സിനിമയാണെന്ന് അവർ പറയട്ടെ അല്ലേ? ആളുകൾ ഏതൊക്കെ സിനിമ പറയുമെന്ന് നമുക്ക് നോക്കാമല്ലോ. 75 സിനിമയെന്നല്ലേ പറഞ്ഞേ മൊത്തം? ഇതെല്ലാം എഴുതി വെച്ചേക്കണം? അല്ലല്ല, ഇതിൽ മാത്രമേ എഴുതി വെച്ചിട്ടുള്ളൂ. ഒരു പേജിലേ ഇത്ത എഴുതി വെച്ചിട്ടുള്ളൂ. അത്രേ എനിക്ക് ഓർമ്മയുള്ളൂ. ഓർത്തെടുത്തതാ. ഡയറി ഒന്നും എഴുതുന്ന പരിപാടിയൊന്നും ഇല്ലല്ലേ? എഴുതുന്ന പരിപാടിയേ ഇല്ല. അത് പണ്ട് പഠിക്കുന്ന കാലത്ത് ഉണ്ടായിരുന്നില്ല. ഒരു നോട്ട്ബുക്ക് ഉണ്ടാവും കയ്യില്. ഒരു കോളേജിലെല്ലാം പോകുമ്പോൾ ഒരു സ്റ്റുഡന്റിന്റെ ഒരു ഫീല് കിട്ടണം. അതിനു വേണ്ടി ഒരു ബുക്ക് എടുത്ത് കക്ഷത്തിലിറക്കിക്കൊണ്ട് പോകണം. അപ്പൊ മാഷന്മാരൊക്കെ എന്നെ കണ്ടാൽ പോയിക്കോ ക്ലാസ്സിൽ ഇരിക്കണമെന്നില്ല. ഞാൻ ഇരുന്നാൽ ക്ലാസ് നടക്കില്ല, ക്ലാസ് മുടങ്ങും. എന്നിട്ട് അപ്പം
എനിക്ക് അറ്റൻഡൻസ് ഒക്കെ റെഡിയാ. പോയിക്കോ, എവിടെ വേണേ പോയിക്കോ. അവർക്ക് സമാധാനം. സമാധാനത്തിൽ എവിടെ എന്ത് വേണമെങ്കിൽ ചെയ്തോ, ഒരു പ്രശ്നവുമില്ല. എൻ്റെ പ്രൊഫസർ ഇപ്പോഴും വരും, ഇവിടെ വന്ന് താമസിക്കും. ഇവിടെ വന്ന് ഇവളോട് പറയും ഇതാരാ മോന്, ഇത് ആരാ മുതല്. അയാളൊക്കെ കരയിച്ചിട്ടുണ്ട് ഞാൻ. പക്ഷേ ഞാൻ വികൃതികൾ ഒരുപാട് കളിച്ചിട്ടുണ്ടെങ്കിലും അവരൊക്കെ ഇന്ന് പറയുന്നത് ഞാൻ അന്നേ മെച്ചോർഡായിരുന്നു. അപ്പം മെച്ചോറിറ്റിയുടെ മീനിങ് എന്താണ് എന്നുള്ളത് ഞാൻ എൻ്റെ ഗുരുനാഥന്മാരോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, നിങ്ങൾക്ക് തിരിച്ചറിവുണ്ടായിരുന്നു അന്ന് കളിക്കുന്ന സമയത്തും നിങ്ങൾ എന്താ കളിക്കുന്നത്, എവിടുന്നാ കളിക്കുന്നത് എന്നുള്ളൊരു ബോധവാന്മാരായിരുന്നു നിങ്ങൾ. ഇന്നത്തെ കുട്ടികൾക്ക് അതില്ല. നമ്മളെ അറിയില്ല, അവർക്ക് ഒരു തിരിച്ചറിവും ഇല്ല, ഒന്നുമില്ല. നമ്മളിപ്പോൾ കോളേജിൽ വരുന്നതും പഠിപ്പിക്കുന്നതും ശമ്പളം കിട്ടാൻ വേണ്ടി മാത്രമാണ്. അന്ന് വന്നിരുന്നത് നിങ്ങളൊക്കെ പഠിപ്പിക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയായിരുന്നു. അന്ന് നിങ്ങൾ പഠിച്ചില്ല, ഇപ്പം നമ്മൾ കുറ്റക്കാരല്ല. എന്നോട് പറയൂ, എടാ ഒരു 3 കൊല്ലം കൂടെ കളിക്കണമെങ്കിൽ ഇപ്പം പഠിക്കുക. ഞാൻ പറഞ്ഞു അന്ന് ഞാൻ 3 കൊല്ലം കൂടെ കോളേജിലായിട്ടുണ്ടെങ്കിൽ ഞാനിന്ന് പക്കാ റൗഡിയായി മാറിയിട്ടുണ്ടാവുമായിരുന്നു. ആ 2 കൊല്ലം കൊണ്ട് നിർത്തിയത് എന്തോ ഭാഗ്യം. 2 കൊല്ലം കൂടെ നിർത്തിയിട്ട് പിന്നെ എന്തിലേക്ക് വന്നു? പിന്നെ ഞാൻ ഇവിടെ എറണാകുളം റെയിൽവേ സ്റ്റേഷനിൽ എൻ്റെ ചന്തപ്പടിയുടെ നോൺ വെജിറ്റേറിയൻ റിഫ്രഷ്മെന്റ് റൂം റൺ ചെയ്യാൻ വന്നു. അവിടെ ഞാൻ ഹോട്ടൽ ബിസിനസ് നടത്തി. കുറച്ച് നാൾ അവിടെ ആയിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ പതുക്കെ അവിടെ നിന്ന് ഗൾഫിലോട്ട് മുങ്ങി. ഗൾഫിൽ പോയിട്ട് എന്ത് ചെയ്തു? ഗൾഫിൽ പോയി ഇത് തന്നെ ബിസിനസ് അല്ല, ഞാൻ ഒരു ഷെയ്ക്കിൻ്റെ ഡ്രൈവറായിട്ട് പോയി. കാരണം ഞാൻ 10 വയസ്സിൽ ഡ്രൈവ് ചെയ്യായിരുന്നു. എൻ്റെ വാപ്പാക്ക് കാറുണ്ട്. ഞാൻ സ്കൂളിൽ പോകുന്നത് ഡ്രൈവ് ചെയ്ത്, സ്വന്തം കാറ് ഡ്രൈവ് ചെയ്ത് സ്കൂളിൽ പോകുന്ന ഒരു അന്ധകാലത്ത് പുത്തൻ അംബാസിഡർ, ആർക്കും വണ്ടിയില്ലാത്തൊരു കാലഘട്ടം. അന്നേ എനിക്ക് വണ്ടി ഉണ്ടായിരുന്നു. അത് ഓടിച്ച ഒരു ബ്രേക്ക് ഇൻസ്പെക്ടർ 16 പ്രാവശ്യം എന്നെ ചാർജ് ചെയ്തു. 16 പ്രാവശ്യം. ഒരു പ്രഭാകരൻ സാറ്. ഞാൻ പറഞ്ഞു സാറേ നിങ്ങൾക്കൊരു നാണമില്ലേ എന്നെ ഇങ്ങനെ പിടിക്കുന്നതായിട്ട്? ഒരു ലൈസൻസ് എനിക്ക് അങ്ങനെ കിട്ടാ. അങ്ങനെ എൻ്റെ കള്ള വയസ്സിട്ടിട്ട് ലൈസൻസ് തന്ന്. അപ്പം എനിക്ക് 69 ലൈസൻസ് കിട്ടി എനിക്ക്. അന്ന് എനിക്ക് 53, 10, 63, 6, 16 വയസ്സ്. 16 വയസ്സിൽ എനിക്ക് ലൈസൻസ് കിട്ടി. അപ്പോൾ 18 വയസ്സാണ്. 16 വയസ്സ് ലൈസൻസ്, 69 ലൈസൻസ് കിട്ടി. പിന്നെ ഞാൻ എറണാകുളത്തു നിന്നൊക്കെ വണ്ടി ഓടിക്കുമായിരുന്നു. ഡ്രൈവർ കാണൂല, ഈ വളയത്തിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ നോക്കിക്കൊണ്ടാണ് ഓടിക്കുന്നത്. അപ്പോൾ അത് പറയാൻ വന്ന കാരണം എന്തായിരുന്നു? അത് നമ്മൾ ഗൾഫിൽ പോയി ഡ്രൈവറായിട്ട് പോയി. പക്ഷേ അവിടെ ചെന്ന് നോക്കിയപ്പം ഞാൻ വെറും ഡ്രൈവറല്ല, ഞാൻ ബോഡി ഗാർഡാണ്. ഞാൻ എല്ലാമായി. ലണ്ടനിലും പോയി 75. അയാൾക്ക് ഞാനില്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്നുള്ളൊരു അവസ്ഥ വന്നു. അത്രയ്ക്കെന്ന് പറഞ്ഞാൽ അയാളെ ഒരു ഫോർ എക്സാമ്പിൾ അവിടെ 5-6 എന്നെ പോലത്തെ ചെറുപ്പക്കാർ ജോലിക്കാരുണ്ട്. കൈമലൊരു ഈച്ച വന്നു നിന്നാൽ അയാൾ ബോംബെക്കാരനോട് പറയും ബോലോ ബോലോ റഫീഖ് ജൽദിയാവോ. എന്നെ ജൽദിയാവും. ഞാൻ റൂമിലായിരിക്കും. ഞാൻ ഓടി വന്നിട്ട് എന്താ വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ എന്നോട് ഒരു മാറോ ഉസ്കോ. അവനോട് പറഞ്ഞാൽ പോരെ, അടിക്കുന്ന മറ്റേ സാധനമുണ്ട് അതുകൊണ്ട് എടാ ഇതിനെ അടിക്കുന്ന പറഞ്ഞ പോരെ. ഞാൻ അടിച്ചാലേ ഇത് ചാകൂ. അപ്പൊ അത്രക്ക് തന്നെ വിശ്വാസവും സ്നേഹവും. ഞാനാണെല്ലാം എവരിത്തിങ്. എത്ര നാളെ നിന്നൊക്കെ അവിടെ? ഞാനൊരു 3 കൊല്ലം നിന്നുള്ളൂ. പിന്നെയും നിന്നെങ്കിൽ ഞാൻ ചിലപ്പം അവിടത്തെ കാരനായി പോവും. അതുകൊണ്ട് ഞാനിങ്ങനെ പതുക്കെ ഊരി ഞാൻ അവിടുന്ന് ബഹ്റൈനിൽ പോയി. ഇനി നമുക്ക് മക്കളെ കുറിച്ചൊക്കെ പറയാം. നമ്മൾ അവരെ കുറിച്ച് പറഞ്ഞില്ലല്ലോ. 4 പേരുണ്ടെന്നേ പറഞ്ഞുള്ളൂ. അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് പറയാം. മൂത്ത മോള് ഇവിടെ കത്തിരിക്കടവിലുണ്ട്, ഫ്ലാറ്റിൽ താമസിക്കുന്നു. അവർക്ക് 3 പിള്ളേർ, 2 ആണും 1 പെണ്ണും. മൂത്തവൻ ഒരു അമേരിക്കൻ കമ്പനിയിൽ ഇവിടെ ഇൻഫോ പാർക്കിൽ വർക്ക് ചെയ്യുന്നു. രണ്ടാമത്തവൻ PGക്ക് പഠിക്കുന്നു ബാംഗ്ലൂർ. മൂന്നാമത്തെ മോളാണ് +2 ഇപ്പം എഴുതി. ഇനി അവൾക്കൊരു അഡ്മിഷൻ നോക്കണം. പിന്നെ രണ്ടാമത്തത് മകളാണ്. അതാണ് ഞാൻ പറഞ്ഞ നൂറ ബഹ്റൈൻ ആർജെ. അവൾക്ക് 2 ആൺപിള്ളേരാണ്. അതിൽ മൂത്തവൻ ബാംഗ്ലൂർ പഠിക്കുന്നു, ജെയിൻ കോളേജിൽ പ്രാവശ്യം ചേർത്ത്. രണ്ടാമത്തവൻ 10ാം ക്ലാസ്സായി. ഇനി 12 അവനെയും ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റാക്കണം. പിന്നെ അതിനുശേഷം മകൻ ആൻഡ്രൂ. ഹിസ് നെയിം ഈസ് ആൻഡ്രൂ.
ദാറ്റ് ഈസ് മൈ ഫാദേഴ്സ് നെയിം. നമ്മളെ നാടൻ ഭാഷയില് അന്ത്രു എന്ന് പറയും. ആൻഡ്രൂ. ഇവന്റെ സ്കൂളിൽ നിന്ന് എല്ലാരും അവ അഡ്മിഷന് ഞാൻ അച്ഛൻ്റെ അടുത്ത് പോയി രാജഗിരി പോയപ്പോ ആൻഡ്രൂ അതിന്റെ അപ്പുറത്ത് ഹാജി ഉണ്ട്. ഹാജി റഫീഖ്. ആൻഡ്രൂ ഹാജി റഫീഖ്. അപ്പം അവൻ അവസാനം അച്ഛന്മാരുടെ കയ്യാളായി മാറി. അപ്പം അവനിപ്പോൾ 2 ആൺപിള്ളേര്. മൂത്തവൻ 2ാം ക്ലാസ് പഠിക്കുന്നു. ഇളവൻ ഇപ്പം ചേർത്ത് ഇപ്രാവശ്യം അടുത്ത മാസം മുതൽ പോകും. പിന്നെ വൈഫിന് ജോലിയുണ്ട് അവൻ്റെ. ഒരു കോളേജിൽ HR ആണ്. പിന്നെ ഇപ്പോൾ അവർക്ക് പുതിയ ജോലി കിട്ടിയെന്ന് പറഞ്ഞ് കഴിഞ്ഞ ആഴ്ച. എന്താ ജോലി എന്നൊന്നും അറിയില്ല. പിന്നെ ഇളയ മകള് റൂഹി. അവള് BEd. എൻ്റെ ഒരു ആഗ്രഹം അവള് സാധിപ്പിച്ചാന്ന്. അവളെ കെട്ടിയേക്കണത് ഒരു ക്യാപ്റ്റനാണ്. അതിപ്പോൾ ക്യാപ്റ്റൻ്റെയും മേലെയാ. ഷിപ്പ് ഇൻസ്പെക്ഷന് ഇങ്ങനെ എല്ലാ മാസവും ചൈനയിൽ മറ്റേ അവിടെ ഇവിടെയൊക്കെ പോകും. പല സ്ഥലത്ത് പോകും. അവന് 3 കുട്ടികൾ. ലാസ്റ്റ് മൂത്ത മോള് 7ാം ക്ലാസ് പഠിക്കുന്നു. 2ാമത്തെ മോള് 4ാം ക്ലാസ് പഠിക്കുന്നു. സെക്കൻഡാ. ചെറുത് പ്ലേ സ്കൂൾ. മക്കളെയൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഇക്കയ്ക്ക് എത്ര ബ്രദേഴ്സും സിസ്റ്റേഴ്സ് ഒക്കെയാണ്? ഞങ്ങള് 8 പേരാ. 4 ബ്രദേഴ്സ് ആൻഡ് 4 സിസ്റ്റേഴ്സ്. അതിൽ ഐ എം ദ സെക്കൻഡ് വൺ. എൻ്റെ മൂത്തതൊരു സിസ്റ്ററാ. സിസ്റ്റർ മരിച്ചുപോയി. സിസ്റ്റർ മരിച്ചിട്ട് ഇപ്പോൾ ഒരു 9 ഇയേഴ്സായി. പിന്നെ എൻ്റെ നേരെ താഴെ റസിയ, റഷീദ്, റയീസ്, റമീസ്, റഹീന, റസീന. എല്ലാം 6ലാണ്. ഉമ്മച്ചിയും പാപ്പച്ചിയും കൂടി 2 പേരും കൂടെ അവർ 6 പിടിച്ചു. റഫീഖ് തുടങ്ങി എല്ലാം 6 പോയി. അപ്പം അതാണ് എൻ്റെ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്. അവരൊക്കെ പല സ്ഥലങ്ങളിലായിട്ട് കഴിഞ്ഞു കൂടുന്നു. പിന്നീട് ഇപ്പൊ കുറേ നാളായിട്ട് സിനിമ ഇട്ടങ്ങ് പോയല്ലോ. എനിക്ക് മടുത്തങ്ങ് പോയി. പിന്നെ ഇപ്പൊ അടുത്തിടക്കൊരു സിനിമയിൽ അഭിനയിച്ചല്ലോ. അത് എൻ്റെ ഒരു സുഹൃത്താ സംവിധാനം ചെയ്തത്. രാഹേൽ മകൻ കോര. അത് ഉബൈനി എന്ന് പറഞ്ഞ എൻ്റെ ഒരു സുഹൃത്താണ്. അവൻ വിളിച്ച് ഇക്ക വന്നിട്ട് ഇതൊന്ന് വരാൻ പറ്റുമെന്ന് വെച്ച് രാവിലെ പോയി വൈകിട്ട് തിരിച്ചു പോന്നു. അതുപോലെ പോയി അഭിനയിക്കാനുള്ള അവസരം കിട്ടിയപ്പോൾ അതുപോലെ എനിക്ക് തിരിച്ച് വീട്ടിൽ വരാൻ പറ്റുന്നുണ്ടെങ്കിൽ ഐ ആം വില്ലിങ് ടു ഗോ. എനിക്ക് തിരിച്ച് വീട്ടിൽ വന്ന് കിടക്കണം. നോ ലോഡ്ജിങ്. അതിന് താല്പര്യമില്ല. ലോഡ്ജ് കിടക്കുന്ന പരിപാടിയേ ഇല്ല. കിടപ്പ് വീട്ടിൽ. ഞാൻ പണ്ട് ഈ ഒറ്റപ്പാലത്ത് ഇതിന് പോയി. ശ്രീ അയ്യപ്പൻ PN മേനോൻ സാറുണ്ട്. അതാണ് ഒറിജിനൽ അയ്യപ്പൻ. അതിനുശേഷം 2 അയ്യപ്പനോ 3 അയ്യപ്പനോ വന്ന് ഒന്നും എല്ലാം കൃത്രിമത്വമുള്ള അയ്യപ്പന്മാരായിരുന്നു. കുറെ കളർഫുൾ ആയിട്ടുള്ള ഡ്രസ്സും അതും ഇതായിരുന്നില്ല. കറക്റ്റ് ശ്രീ അയ്യപ്പൻ. അത് ഏഷ്യാനെറ്റാണ് അതിന്റെ പ്രൊഡക്ഷൻ. അതിൽ ഞാൻ അയ്യപ്പൻ കഴിഞ്ഞാൽ പിന്നെ ബാബർ ഭയങ്കര ഫൈറ്റൊക്കെ ആയിരുന്നു. മാഫിയ ശശി വന്നിട്ട് ആ ഫൈറ്റൊക്കെ കമ്പോസ് ചെയ്തത്. ആ ഒരു ഇത് പറയാൻ കാരണം ഞാൻ അവിടെ എനിക്ക് റൂമുണ്ട്. മേനോൻ സാറോടെ സാറേ എന്നെ 6 മണിക്ക് വിട്ടു തരണേ. ഒരു ട്രെയിനുണ്ട്. ആ ട്രെയിൻ കയറി ഞാൻ എറണാകുളം വരും. വന്ന് ഞാൻ അതിൽ കയറി AC-യിൽ എനിക്ക് എല്ലാ TTസുമായിട്ട് പരിചയമാണല്ലോ. AC കിടന്നുറങ്ങി 8:30 മണിക്ക് ഇവിടെ എത്തി. അത് കഴിഞ്ഞ് കുളിച്ച് ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങി. രാവിലെ 4:30 വണ്ടി തിരിച്ചു പോകും. അതിനകത്ത് വീട് തിരിച്ച് ഞാൻ അങ്ങോട്ടേക്ക് പോകും. ഞാനായിരിക്കും ലൊക്കേഷനിൽ ആദ്യം എത്തുന്നത്. അപ്പം എനിക്ക് അവിടെ റൂമിൽ താമസിക്കേണ്ടി വന്നിട്ടില്ല. അപ്പൊ താങ്ക് യു ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇന്റർവ്യൂ തന്നതിന്. അത് എന്താ പറയാ, ഞങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ വന്ന് ഇക്കടെ മുമ്പിലേക്ക് ഇങ്ങനെ പെട്ടതാണ്. ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ കണ്ടതാണ്. അതൊരു ഒരു ഭാഗ്യമാണ് എന്ന് ഇപ്പൊ മനസ്സിലാക്കണം. തമ്പുരാന്റെ നിശ്ചയം. അതെ, അങ്ങനെ സംഭവിച്ചതാണ്. അതെ, നമുക്കൊന്നും അറിയില്ല. എല്ലാം ദൈവത്തിന് അർപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഏത് തരം നമസ്കാരമുണ്ട്? ഇങ്ങനെയുണ്ട്. എങ്ങനെയാണെങ്കിലും കാണിച്ചോ.
വില്ലന്മാരൊക്കെ അവസാനം കോമഡിയിലോട്ടാ പോയത്. അതെ, അതുപോലെ ചിലപ്പോ അതുപോലെ കോമഡി ആയി പോവോ ഇത് മിക്കവാറും. അല്ല, കോമഡിയിലേക്ക് വിളിക്കട്ടെ, സിനിമയിലേക്ക് കോമഡി വരട്ടെ. കോമഡിയാ നല്ലത്. നല്ലതല്ലേ? കോമഡി വരട്ടെ. ഡയലോഗിൽ വേണം കോമഡി. ആ ഡയലോഗ് ഡയലോഗ് കേൾക്കുന്ന സമയത്ത് ആൾക്കാർ ചിരിക്കണം. വേറെ ശരീരം കൊണ്ട് ചേഷ്ടകളൊന്നും പാടില്ല. ഡയലോഗിലാ കോമഡി കിടക്കുന്നത്. അതുപോലെ ഡയലോഗാണെങ്കിൽ ആൾക്കാർ ചിരിക്കും. ആ ചിരി വന്നാൽ പറഞ്ഞവർ രക്ഷപ്പെട്ടു.